വനം നിറയെ ചേതനയറ്റ അതിഥികൾ. വിരുന്നിന് വന്നവർ ഇരയായി മുട്ടുകുത്തി. മടക്കം കാടിനുടമയായ അവനിലേക്ക്. നേത്രങ്ങൾ അവരുടേത് തീ കൊണ്ട് മറഞ്ഞു. ശക്തരെന്നും വാഴും, ബലഹീനർ എന്നും വീഴും. നിനക്ക് വീട്ടിൽ പോകാൻ തോന്നില്ലേ? വീട്ടുകാരൊന്നിച്ച് ഡിന്നർ കഴിക്കാൻ തോന്നില്ലേ? നിനക്ക് രക്ഷപ്പെടണമെന്ന് തോന്നില്ലേ? എനിക്കിവിടുന്ന് പുറത്തു പോകാൻ പറ്റുമെന്ന് തോന്നില്ല. നീയും പോണ്ട. അതെങ്ങനാ? കയ്യിലൊരു ഗ്ലോക്ക് 22 പിസ്റ്റലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതാ ഇതുപോലെ സാറിന്റെ തലച്ചോറിലേക്ക് കയറ്റി ഇറക്കായിരുന്നു ബുള്ളറ്റ്. ഇതാ ഇങ്ങനെ. സാർ തൊപ്പി എടുത്തില്ലേ? ജീപ്പിലുണ്ട്. ജേക്കബ് വന്നില്ലേ സാറേ? എന്നേക്കാൾ കൂടുതൽ എന്താണ് ജേക്കബ്? എന്നേലാണ് ആദ്യം അടിക്കുന്നത്. വീട് സാറേ. സാറ് എന്നെ എന്തിനാ തല്ലിയേ? സാറിന് ഉറപ്പുണ്ടോ ഞാനെല്ലാം ചെയ്തതെന്ന്? തന്തയില്ലായ്മ കാണിക്കരുത്. രണ്ട് കിലോമീറ്റർ താഴെ ഇറങ്ങിയ ഈ പൊലയാടി മക്കളെടുത്തെത്താൻ. അതിന് തന്നോടാരാ വരാൻ പറഞ്ഞു? മോളെ അമ്മയോട് പറ അച്ഛൻ അരമണിക്കൂർ കൊണ്ട് എത്തുന്നു. ശരി മോളെ. എന്തോ ശവം മണക്കുന്നില്ലേ? ഇവിടെ എന്തോ വരച്ചിട്ടുണ്ട്. നേരത്തെ ഈ സാധനം കണ്ടിട്ടില്ലല്ലോ. ഇതിപ്പോ ആരോ വരച്ചതാ. എനിക്ക് ഉറപ്പാ. നമ്മളല്ലാണ്ട് മറ്റാരോ ഇവിടെ ഉണ്ട് സാർ. ഏതേലും പിള്ളേര് കാട്ടിന് ഡിങ്കോൾഫിങ് കഴിഞ്ഞിട്ട് പോകുമ്പോ ഇതേപോലെ പാറയിലും പ്ലാവിൻ കൊമ്പിലും വല്ലത് എഴുതി വെച്ചെന്നിരിക്കും. ഇനി അതിലും സിബിഐ കളിച്ച് മണ്ണനാവാൻ നോക്കണ്ട സാറേ. സാർ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. സർവീസിൽ ഇന്ന് വരെ എൻ്റെ പേരിൽ ഒരു മണ്ടത്തരം റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സാർ തെളിയിക്കും. ഓക്കെ. നീ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തെളിവുണ്ടാവും. ഏത് പോലീസായാലും നിർബന്ധമായും അത് കണ്ടുപിടിക്കണം. ഇപ്പം ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പോലീസുകാരനെ മർദ്ദിച്ചതുകൊണ്ടാണ്. ഇനി നിങ്ങൾ പറയും പോലെ ഇയാൾ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം എവിടെ? കത്തി.
ഇയാൾ പറയുമ്പോൾ ഇവിടെ കൊലയും കോപ്പും ഒന്നും നടന്നിട്ടില്ല. ഇയാളുടെ താവളത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണെങ്കിലോ? സാർ, അങ്ങനെ ഒരു താവളം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ബാക്കിയുള്ളവരും കൂടി പിടിക്കണം. എടോ കണ്ട കണ്ണടപ്പണവും കണ്ട് ഫോണാടിക്കാൻ നിൽക്കണ്ട. ഇവിടെ നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. സാറിനെ കൊണ്ടെന്താ കൂട്ടിയാ കൂടൂലേ? എന്നാ താൻ പറ, എങ്ങോട്ടാ പോണ്ടേ? ഒരു സിഗരറ്റ് തരും. താവളമൊന്നുമില്ല സാറേ. ഒരുത്തരെ കൊന്നൂന്നില്ലത് സത്യ. പക്ഷെ അത് എന്തിനാ കൊന്നിനി ഏതിനാ കൊന്നിനെന്ന് ഞങ്ങൾക്കറിയില്ല. അതെന്നെ കൊണ്ട് ആരോ ചെയ്യിച്ചതാ. ഇനി അതാരാന്ന് ചോദിച്ചാ ഈ കാടിന്റെ അധിപനാന്ന് ഞാൻ പറയേണ്ടത്. ഇനി ഇതിന്റെ പുറകെ പോയ ഒരു ചുക്കും നിങ്ങൾക്കൊന്നും കിട്ടൂല. നമുക്ക് 3 പേർക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എന്റെ റോയ് സാറിനോട് പറ, ഈ വായ കൊണ്ട് കൊണയെടുക്കുന്ന പോലെ ഒന്നല്ല ഇവിടുത്തെ കാര്യങ്ങൾ. സാറെന്താ കാണിച്ചേ? ഞാൻ വിട്ടേക്കാം. സാറിന് എടുത്തിയാട്ടം കുറച്ച് കൂടുതലാണ്. താനെന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. അവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. സാറിന് വരാൻ പോകുന്ന ഏടാകുളത്തെ കുറിച്ച് അറിയുന്നില്ല. അതപ്പം നോക്കാം. ഇനി നമ്മളെങ്ങോട്ടാ പോണ്ടേ? അമ്മ എനക്കറിയില്ല. താനെന്നെ കൊടുക്കോ? സാറ് കുടുങ്ങും. സാറിലെ അയാളെ കൊന്നത്. തോക്ക്. തീർച്ചയായും പരിധി കടന്നവൻ എന്നിലേക്ക് തന്നെ തിരിച്ചു വരും. എൻ്റെ കണ്ണുകൾ കണ്ടുരുകും. എൻ്റെ കയ്യാൽ വധിക്കപ്പെടും.